6 മണി വാർത്ത ആദ്യം തന്നെ ചെല്ലുന്നത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. മലയാളി ദമ്പതികളെയും സുഹൃത്തിനെയും അരുണാചൽ പ്രദേശിന്റെ ആസ്ഥാനമായ ഇറ്റാനഗറിലെ ഒരു ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തിരുവനന്തപുരം സ്വദേശിയായ അധ്യാപികയും ഒപ്പം കോട്ടയം സ്വദേശികളായ 2 സുഹൃത്തുക്കളുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോട്ടയം സ്വദേശികളായ ദേവി, ഭർത്താവ് നവീൻ, അധ്യാപിക ആര്യ എന്നിവരാണ് മരിച്ചത്. ഹോട്ടൽ മുറിയിലാണ് 3 പേരുടെയും മൃതദേഹം കണ്ടെത്തിയത്. ആര്യ തിരുവനന്തപുരത്തെ സ്വകാര്യ സ്കൂളിൽ അധ്യാപികയാണ്. ദേവിയും ആര്യയും വട്ടിയൂർക്കാവിലെ സ്കൂളിൽ ഒരുമിച്ച് നേരത്തെ പഠിപ്പിച്ചിരുന്നു. മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവർ ഗൂഗിളിൽ സെർച്ച് ചെയ്തിരുന്നു എന്നതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ ലഭിക്കുന്ന മറ്റു ചില സൂചനകളും ഞെട്ടിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ മകളും ഭർത്താവും ഒരു സുഹൃത്തും ആത്മഹത്യ ചെയ്തു എന്നറിയുന്നത് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ്. ഉടനെ തന്നെ ഞാനെങ്കിൽ വന്നു. സമാധാനിപ്പിക്കാമെങ്കിൽ സമാധാനിപ്പിക്കാമെന്നുള്ള ഉദ്ദേശിച്ചാണ് വന്നത്. എന്നെപ്പോലെ ഒരാൾക്കൊന്നും സമാധാനിപ്പിക്കാവുന്ന ദുഃഖമല്ല അവരുടേത്. പക്ഷെ എന്നിട്ടും ബാലൻ പറഞ്ഞത് ഈ 2 പേരും ഒരു ബ്ലാക്ക് മാജിക്കിന്റെ കെണിയിൽ വീണുപോയി എന്നുള്ളതാണ്. ഈ മരിച്ച 3 പേരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. ഈ മരിച്ച ഒരു കുട്ടിയുടെ കല്യാണം അടുത്ത ഒരാഴ്ചയ്ക്ക് 1 മാസത്തിനുള്ളിൽ നടക്കേണ്ടതുമാണ്. അപ്പൊ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആൾക്കാര് ഇങ്ങനെ ഒരു ബ്ലാക്ക് മാജിക്കിന്റെ കെണിയിൽ വീഴണമെങ്കിൽ അത് വളരെ സീരിയസ് ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഒരാൾക്ക് ഇങ്ങനെ വരാതിരിക്കാനുള്ള ബോധവൽക്കരണം ഈ ഒരു സംഭവത്തിൽ കൂടി ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇവരുടെ ദുഃഖത്തിലൊന്നും പങ്കുചേരാനോ അല്ലെങ്കിൽ ആശ്വസിപ്പിക്കാനോ ഒന്നും ഉള്ള കഴിവ് എനിക്കില്ല. അത്രയ്ക്ക് വലിയൊരു ദുഃഖമാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയത് ബാലന്റെ വൈഫ് അറിഞ്ഞ ഉടനെ ബോധം കെട്ട് വീണ എന്തൊക്കെയോ വിളിച്ച് പറയുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ആൾക്കാർ വന്ന് മയക്കുമരുന്ന് കൊടുത്ത് അവിടെ കിടത്തിയിരിക്കുകയാണ്. എപ്പോഴാണെങ്കിലും ഉണരുമ്പോഴും ഇത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഇതൊക്കെ എങ്ങനെ ഒരാൾക്ക് താങ്ങാൻ പറ്റും എന്ന് എനിക്കറിയില്ല. ബാലന് ദൈവം ശക്തി കൊടുക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാ ആൾക്കാരും കൂടെയുണ്ട്. ഇവര് ആയുർവേദ ഡോക്ടേഴ്സ് ആയിരുന്നു 2 പേരും. പക്ഷെ കുറച്ച് നാളായിട്ട് അവര് ഇങ്ങനെ ഉള്ള ഒരു ഇതിന്റെ ടീച്ചർ, മറ്റേ ബേക്കറി നടത്തുകയായിരുന്നു. കേക്ക് ഉണ്ടാക്കുന്നതാണ് അദ്ദേഹത്തിന് ഏറ്റവും താല്പര്യമുള്ള വിഷയം. എല്ലാ ദിവസവും കേക്ക് ഉണ്ടാക്കി ഒരു കേക്കൊക്കെ ആയിരിക്കും ഒരു ദിവസം ഉണ്ടാകുന്നത്. പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, ആ രീതിയിലുള്ള ഒരു താല്പര്യമായിരുന്നു. ഇത് വെരി അലാമിങ് സിറ്റുവേഷനാണ്. അതിന് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. എനിക്ക് ഇത് മാത്രമല്ല, ഇതിന് നേരത്തെയും എനിക്കറിയാം. കുറേ കേസസ് ഞാൻ ഈയിടെ അമേരിക്കയിൽ പോയപ്പം അവിടെ ഇതേപോലുള്ളൊരു കേസ് കണ്ടായിരുന്നു. ഇതൊരു ഹിന്ദു ഫാമിലി ആണെങ്കിൽ അതൊരു ക്രിസ്ത്യൻ ഫാമിലി. ഇതിന്റെ ആന്റി ജീസസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട് തിരുവനന്തപുരത്തുണ്ടത്. അവർ ബ്ലഡാണ് അവരുടെ തീർത്ഥം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ ഈ തിരുവനന്തപുരത്ത് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടത്. അതിൽ നിന്നും ആൾക്കാരെ മോചിപ്പിക്കാനായിട്ട് നമുക്കിനി എല്ലാവരും കൂടി പ്രയത്നിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇവര് 3 പേര്, നവീൻ തോമസ്, ഇവര് ഈ കുട്ടി ഒരു ഇന്റർ റിലീജിയൻ മാരേജ് ആയിരുന്നു. ദേവി, പിന്നെ ഇവരുടെ ഫ്രണ്ട്. ഇത് ആരെ വിളിച്ചുകൊണ്ട് പോയി എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഇപ്പൊ ഒന്നും അറിയില്ല. ഇപ്പം ബാലനോട് ചോദിക്കാൻ പറ്റുന്ന അവസ്ഥയിലുമല്ല. പക്ഷെ ബാലൻ പറഞ്ഞതനുസരിച്ച് ഇതൊരു ബ്ലാക്ക് മാജിക്കിന്റെ കെണിയിൽ വീണുപോയതാണ് 3 പേരും എന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെയായിരുന്നു. അവർ പ്രത്യേകമാണ് ഇവിടെ താമസിക്കുന്നത്. വേറൊരു സ്ഥലത്താണ്, വാടക വീട്ടിലാണ് താമസിക്കുന്നത്. സ്വതന്ത്രമായ ജീവിതമാണ് അവരുടെ കാര്യത്തിലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാറില്ല. 2 പേരും വളരെ സൗഹൃദത്തിലും സ്നേഹത്തിലുമാണ് കഴിയുന്നത്. സൂര്യകൃഷ്ണമൂർത്തി ഈ മരണപ്പെട്ട കുടുംബ സുഹൃത്താണ്. അതാണ് സൂര്യകൃഷ്ണമൂർത്തി അവിടെ എത്തി അദ്ദേഹം ആ കുടുംബത്തെ കണ്ടു. അതിനുശേഷമുള്ള പ്രതികരണമാണ് കേൾക്കുന്നത്. എന്തായാലും ഞെട്ടിക്കുന്ന വാർത്തയാണ്. അരുണാചൽ പ്രദേശിൽ 3 മലയാളികളെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. 2 പേർ ദമ്പതിമാരാണ്. ആ ദമ്പതിമാർ തിരുവനന്തപുരം സ്വദേശികളായ ദേവിയും ഒപ്പം നവീനുമാണ്. ഒപ്പം ഇവരുടെ സുഹൃത്തായ ആര്യ എന്ന അധ്യാപികയും ഈ മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട്. ഇത് സംബന്ധിച്ച് നിരവധി ദുരൂഹതകൾ ഉയരുന്നത്. നേരത്തെ വിനോദയാത്രയ്ക്കെന്ന് പറഞ്ഞാണ് ഇവർ വീട്ടിൽ നിന്നും പുറപ്പെടുന്നത്. വീട്ടിൽ നിന്നും പുറപ്പെടുമ്പോൾ ആര്യ എന്ന മറ്റു സുഹൃത്ത് ഒപ്പമുണ്ടായിരുന്നു എന്ന കാര്യം വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു. പിന്നീടാണ് ഇവരുടെ വിമാനയാത്രാ വിവരങ്ങൾക്കിടയിലാണ് ഇവർ ഒന്നിച്ചാണ് യാത്ര ചെയ്യുന്നത് എന്ന വിവരം ലഭിക്കുന്നത്. ഒടുവിൽ അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ നിന്നും ഇവരുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. മൃതദേഹത്തിൽ വളരെ സംശയം തോന്നുന്ന രീതിയിലുള്ള ചില പാടുകളുണ്ട്. ആ പാടുകൾ ഉണ്ടാകുന്നതിന് കാരണം മുറിവുണ്ടാക്കിയതാണ്. ആ മുറിവുകളിലൂടെ രക്തം വാർന്ന നിലയിലാണ്
മൃതദേഹം കണ്ടെത്തിയത്. ഇതാണ് ഇത്തരമൊരു സംശയത്തിലേക്ക് പോകുന്നത്. ഒപ്പം സൂര്യകൃഷ്ണമൂർത്തിയുടെ സൂചനയനുസരിച്ച് അദ്ദേഹം ആ മരണപ്പെട്ട ദമ്പതിമാരുടെ അച്ഛൻ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലും ഇത്തരത്തിൽ ചില ഇടപാടുകൾ, ചില മാന്ത്രിക ഇടപാടുകൾ തരത്തിൽ അങ്ങനത്തെ ചില ചിന്തകളിലേക്ക് ആ കുടുംബം കടന്നു പോയിരുന്നു എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. അത് ഒരുപക്ഷെ ഈ മരണത്തിന് ഇടയാക്കിയേക്കാം. അങ്ങനെയെങ്കിൽ അങ്ങേയറ്റം ദുരൂഹതയുയർത്തുന്ന, വീണ്ടും ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്തയായി ഇത് മാറുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും ഈ സംഭവത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഈ മരണപ്പെട്ട നവീൻ്റെ ഭാര്യ ദേവിയാണ്. ദേവിയുടെ സ്വദേശം കോട്ടയമാണ്. കോട്ടയത്തെ വീട്ടിലും ഇത് സംബന്ധിച്ച ആശങ്കകൾ നിരവധിയുണ്ട്. കാരണം കോട്ടയത്ത് നിന്നാണ് ഇവർ ഈ അരുണാചൽ പ്രദേശിലേക്ക് യാത്ര പോയതെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. വി അരുൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, സൂര്യകൃഷ്ണമൂർത്തിയുടെ വാക്കുകൾ കേട്ടു. ഒപ്പം ഇതെന്താണ് സംഭവിച്ചതെന്ന് ചില സൂചനകൾ നമുക്ക് ലഭ്യമാവുന്നു. എന്താണ് ഇതിൻ്റെ ഒരു പൂർണ്ണ വിശദാംശം? കുടുംബത്തിൻ്റെ പ്രതികരണം ആ തരത്തിൽ നമുക്ക് ലഭ്യമാവുന്നുണ്ടോ? അല്ലെങ്കിൽ സമീപവാസികളോ പോലീസോ ഒക്കെ നൽകുന്ന വിശദീകരണം എങ്ങനെയാണ്? സൈത്ത് പ്രശസ്ത ഫോട്ടോഗ്രാഫർ ബാലൻ മാധവന്റെ വീടാണിത്. അദ്ദേഹത്തിന്റെ മകളും മരുമകനുമാണ് മരിച്ചത്. നവീൻ അദ്ദേഹത്തിന്റെ മരുമകനും മകൾ ദേവി മകളുമാണ്. അവരുടെ വീടാണ് നമ്മൾ കാണുന്നത്. തിരുവനന്തപുരം മണ്ണാമൂലയുള്ള വീടാണ്. മൂന്നാം മൂടുള്ള വീട്ടിന് മുന്നേ നമ്മളിപ്പോൾ ഉള്ളത്. ഈ നവീനും ദേവിയും 16 വർഷം മുമ്പ് വിവാഹിതരായവരാണ്. രണ്ടുപേരും ആയുർവേദ ഡോക്ടർമാരുമായിരുന്നു. ഈ പ്രൊഫഷൻ ഉപേക്ഷിച്ച് ദേവി തലസ്ഥാനത്തെ ഒരു സ്കൂളിലെ കിൻഡർ ഗാർഡൻ ഉൾപ്പെടെ ഒരു സ്കൂൾ, വലിയൊരു ഗ്രൂപ്പിന്റെ സ്കൂളിന്റെ അധ്യാപികയായിരുന്നു. അവിടെ വെച്ചാണ് ദേവി ആര്യയെ പരിചയപ്പെടുന്നത്. ആര്യയുടെ വീടും ഇതിന് ഏതാനും കിലോമീറ്ററുകൾ അപ്പുറത്താണ്. ആ സൗഹൃദമാണ് ഇത്തരമൊരു മരണത്തിലേക്ക് ഇവരെ നയിച്ചതെന്നാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. അടുത്ത മാസം, മെയ് മാസം ദേവിയുടെ ആര്യയുടെ വിവാഹം നടക്കേണ്ടതായിരുന്നു. 27-നാണ് ആര്യയെ കാണാനില്ല എന്ന പിതാവ് വട്ടിയൂർക്കാവ് പോലീസിൽ പരാതി നൽകിയത്. അങ്ങനെ അന്വേഷണം നടക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇവർ തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയും പോലീസിന് വിവരം ലഭിച്ചത്. കൊൽക്കത്തയിലേക്ക് ഇവർ വിമാനത്തിൽ പോയതായ വിവരം ലഭിച്ചു. അതിനൊപ്പം ഈ നവീനും ദേവിയും പോയതിനൊപ്പം ആര്യയും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന വിവരം പോലീസ് ലഭിച്ചു. അവിടെ നിന്നുള്ള അന്വേഷണമാണ് പിന്നീട് ഇവർ പോയ സ്ഥലങ്ങളിലേക്ക്, കൊൽക്കത്തയിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കുമൊക്കെ അന്വേഷണം എത്തിയത്. 3 പേരും ഗോഹട്ടിയിലേക്ക് പോയതായി വിമാന യാത്രാരേഖകളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ആര്യയുടെ തിരോധാനം അന്വേഷിച്ചാണ് പോലീസ് നവീനിലേക്കും ദേവിയിലേക്കും എത്തിയത്. അവർ വീട്ടിൽ നിന്ന് യാത്ര പോകുന്നു എന്ന് പറഞ്ഞ് തന്നെ പോയവരാണ്. 3 പേരും ഒരുമിച്ച് ഗോഹട്ടിയിലേക്ക് പോയ രേഖകൾ ഇതിനൊപ്പമാണ് പോലീസ് ലഭിച്ചത്. അങ്ങനെയാണ് ഇവർ ഒരുമിച്ചാണ് പോയെന്ന കാര്യത്തിലേക്ക് പോലീസ് എത്തുന്നത്. പിന്നീടാണ് ഈ അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രത്യേക രീതിയിൽ ശരീരത്തിൽ മുറിവേൽപ്പിച്ച് രക്തം വാർന്നാണ് ഇവർ മരിച്ചതാണ്. ആശ്രയപ്രദേശം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസിന്റെ നിഗമനങ്ങൾ എത്തുന്നത്. ഇപ്പോൾ സൂര്യകൃഷ്ണമൂർത്തി, ബാലൻമാധവന്റെ സുഹൃത്തു കൂടിയായ സൂര്യകൃഷ്ണമൂർത്തി സ്ഥിരീകരിക്കുന്നു. ആശ്രയപ്രദേശം അടക്കമുള്ള കാര്യങ്ങൾ ഇവർ ആ ബ്ലാക്ക് മാജിക്കിന്റെ ഇരകളായാണ് ഇവർ മരണപ്പെട്ടതെന്ന കാര്യം അദ്ദേഹവും സ്ഥിരീകരിക്കുന്നുണ്ട്. ഏതായാലും പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ വീട്ടിൽ ഇപ്പോൾ നിരവധി പേർ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും മറ്റും എത്തുന്നുണ്ട്. 16 വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞ ആളാണ്. കുട്ടികൾ ഇല്ല ഇവർക്ക് എന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇവിടുത്തെ ഈ ഭാഗത്ത് റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റാണ്, മുൻ സെക്രട്ടറിയാണ്. എന്താ ഇതിനെപ്പറ്റി അറിയാവുന്ന ഈ കുട്ടിയെ പറ്റിയൊക്കെ? ഇല്ല, കുട്ടിയെപ്പറ്റി നമുക്കറിയാം. ഇവര് ബാലൻ സാറും നമ്മുടെ ടീച്ചറുമായിട്ടൊക്കെ നല്ല ബന്ധമാണ്. ഇവിടെ നാട്ടുകാരുമായിട്ടൊക്കെ നല്ല കോണ്ടാക്റ്റാണ്. ഇവരൊക്കെ ഉപയോഗിച്ച് ഒരു ഒബ്ജക്ഷൻ പറയാനുള്ള ഇതല്ല. ഒരു 16 വർഷത്തിന് മുമ്പാണ് ഈ ദേവികയുടെ വിവാഹം ശ്രീമൂലം ക്ലബ്ബിൽ വെച്ച് നടന്നത്. ഞങ്ങളും പോയിരുന്നു. അവർക്ക് കുഞ്ഞുങ്ങളൊന്നുമില്ല. അത് അവര് ഡോക്ടർമാരാണ്, രണ്ടുപേരും ആയുർവേദ ഡോക്ടർമാരാണ്. പങ്കജ് കസ്തൂരിയിലാണ് പഠിച്ചത്. അപ്പം അങ്ങനെയുള്ള പ്രണയബന്ധത്തിലാണ് അവർ അവിടെ വിവാഹം കഴിഞ്ഞത്. അതിലൊന്നും ഒബ്ജക്ഷൻ ഇല്ലാതെ അവർ വിവാഹം കഴിപ്പിച്ച് അയക്കുകയാണ് ഉണ്ടായത്. അവിടെ നവീൻ്റെ ഒരു സഹോദരിയുടെ ഉണ്ട്, US-ലാണ്. പിന്നെ അച്ഛനും അമ്മയും. അവർ അന്ധമായിട്ടുള്ള ക്രിസ്ത്യൻ വിശ്വാസികളൊന്നും അല്ല. ആവശ്യത്തിനൊക്കെ പള്ളിയിൽ പോകും. അങ്ങനെയൊക്കെയാണ്. ഇവരായിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂസ് വരാനുള്ളൊരു സാധ്യതയൊന്നുമില്ല. 27-ന് കൊൽക്കത്തയിൽ വിനോദയാത്ര പോകുന്നെന്ന് പറഞ്ഞുകൊണ്ട് അറിയിച്ചിട്ടാണ് താമസം കോട്ടയത്ത് പാമ്പാടിയാണ്. ഇവിടെ കാറിലൊക്കെയാണ് വരുന്നത്. അപ്പം നമ്മൾ ഇങ്ങോട്ട് കൂടുതലായിട്ട് ഇവർ രണ്ടുപേരും മാത്രമേ കാണുള്ളൂ. എപ്പോഴേക്കും അവർ പോകും. അവർ അല്ലെങ്കിൽ ബന്ധപ്പെടുമല്ലോ. ഇപ്പം ഫോൺ മുഖാന്തരം ബന്ധപ്പെടുന്നതുകൊണ്ട് കൂടുതൽ വീടുകളിൽ വരുന്ന പ്രശ്നമില്ലല്ലോ. ഈ കുഞ്ഞുങ്ങളില്ലാത്തൊരു ബുദ്ധിമുട്ട് ഉണ്ട്. പക്ഷെ അവിടെ പോയപ്പം ഏതെങ്കിലും രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടെ. മന്ത്രവാദങ്ങളും മറ്റൊക്കെ പറഞ്ഞ് അവരെ
പീഡിപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. മറ്റേ കുട്ടി എന്ന് പറയുന്നത് ആര്യ കുട്ടിക സ്വദേശിയാണ്. അവരറിയാവുന്നതാണ്. അവരെ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഇങ്ങനെ പറഞ്ഞ ആളുകളാണ്. അയാൾ ഈ ഫ്രഞ്ച് ഭാഷ എന്തോ പഠിച്ച്, മറ്റേ ജർമ്മൻ, ഈ ആയുർവേദം കഴിഞ്ഞിട്ട് ജർമ്മൻ ഭാഷ പഠിച്ചു. അപ്പൊ അങ്ങനെയുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അവരെ സ്കൂളിൽ പഠിപ്പിക്കാൻ പോവുകയായിരുന്നു, ദേവികയും ആര്യയും കൂടെ. ഇവിടെ താമസിക്കുമ്പോൾ തന്നെയാണ്? ഇല്ലല്ല, അവര് വേറെ എവിടെ അങ്ങനെ ഉള്ള ഒരു ഇതേ അറിയാവുള്ളൂ. കൂടുതൽ ഇത്രയും തന്നെ. വേറെ ആളുകളുമായിട്ടൊക്കെ നല്ല ബന്ധമാണ്. വേറെ ഓരോ ഒബ്ജക്ഷനും ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു കുടുംബമാണ് വേറെ കുടുംബം. നാട്ടുകാരുടെ ഒരു വിവരമാണ് അവർക്ക് ലഭിച്ച പ്രാഥമിക വിവരം. അതുപോലെ ഈ കുടുംബത്തെ പറ്റിയുള്ളവരുടെ ഒരു അവർക്കറിയാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഏതായാലും ബ്ലാക്ക് മാജിക് എന്ന കാര്യത്തിൽ ഇപ്പോൾ ഏകദേശ സ്ഥിരീകരണം വരുന്നുണ്ട്. അത് പ്രധാനമായും ആ സ്ഥിരീകരണം സൂര്യകൃഷ്ണമൂർത്തിയിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കുടുംബവുമായി നേരത്തെ ബന്ധമുള്ള ബാലമാധവനുമായിട്ടൊക്കെ അടുത്ത സൗഹൃദമുള്ള ആളാണ് സൂര്യകൃഷ്ണൻ. നേരത്തെ മുൻ എം പി CP നേതാവ് സമ്പത്ത് ഉൾപ്പെടെയുള്ള ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹം അരുണാചൽ പ്രദേശ് സർക്കാരുമായൊക്കെ ബന്ധപ്പെട്ട് മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിൽ വേഗത്തിലാക്കാനുള്ള കാര്യങ്ങളുമൊക്കെ സംസാരിച്ചതായി സമ്പത്ത് പറഞ്ഞിരുന്നു. അദ്ദേഹവും ബാലമാധവന്റെ അടുത്ത സുഹൃത്താണ്. അതിൽ നിരവധി പ്രധാനപ്പെട്ട ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. ഈ കുടുംബം ഈ നേരത്തെ കുടുംബത്തിന് അറിയാമായിരുന്ന കാര്യം, ബ്ലാക്ക് മാജിക്കുമായി ഈ ദമ്പതികൾക്ക് ബന്ധമുണ്ടായിരുന്ന കാര്യമൊക്കെ അറിയാവുന്ന കാര്യമൊക്കെ ഇനിയും വ്യക്തമാകേണ്ടിയിരിക്കുന്നു. ഏതായാലും നാട്ടുകാർക്ക് ഒക്കെ ഇതൊരു അതിശയമായുള്ള ഒരു കാര്യമായി തന്നെയാണ് അവർ പറയുന്നത്. സജിത്ത്, അരുണ്, ഈ ബാലമാധവൻ പറഞ്ഞു ഇവര് ബ്ലാക്ക് മാജിക്കിന്റെ പിടിയിൽ വീണുപോയി എന്ന് പറഞ്ഞിരുന്നു എന്ന കാര്യം നേരത്തെ സൂര്യകൃഷ്ണമൂർത്തി പറയുകയുണ്ടായി. ഇത് സംബന്ധിച്ച് മറ്റെന്തെങ്കിലും സൂചന അങ്ങനെ എന്തെങ്കിലും നമുക്ക് ലഭ്യമാവുന്നുണ്ടോ? പ്രത്യേകിച്ച് പോലീസാണല്ലോ, അരുണാചൽ പ്രദേശിന്റെ പോലീസാണ് സംസ്ഥാന പോലീസിനെ വിവരം അറിയിക്കുന്നത്. അതിനുശേഷമായിരിക്കുമല്ലോ ഈ കുടുംബത്തെ വിവരം അറിയിക്കുക. അപ്പോൾ എന്താണ് അവിടുന്ന് അറിയിച്ചത്? ഒപ്പം അവിടുത്തെ സാഹചര്യം, ഇവരുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തെ സാഹചര്യം, അങ്ങനെ എന്തെങ്കിലും സൂചനകളൊക്കെ ലഭ്യമാവുന്നുണ്ടോ അരുണ? രക്തം വാർന്നു മരിച്ചു എന്ന തരത്തിലാണ് പോലീസിൽ നിന്ന് ഇവിടെ അറിയിച്ചിട്ടുള്ളത്. പ്രത്യേക രീതിയിൽ ശരീരത്തിൽ മുറിവേൽപ്പിച്ച് രക്തം വാർന്ന് മരിച്ചു, അതാണ് പോലീസ് ഇവിടെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ബ്ലാക്ക് മാജിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംശയത്തിലുമുള്ളത്. വീട്ടുകാർക്കും നേരത്തെ ഇവർ ഇത്തരത്തിൽ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നുവെന്ന സൂചനകളുണ്ട് എന്നും നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം സൂര്യകൃഷ്ണമൂർത്തി അടക്കമുള്ളവർ പറഞ്ഞത് അതിന് അപ്രകാരമാണ്. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് നേരത്തെ അത്തരം കാര്യങ്ങളിൽ സംശയമുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. ഈ സന്തോഷത്തോടെ ജീവിച്ചുവെന്നും യാത്ര പോവുകയാണെന്നുമുള്ള ആത്മഹത്യാ കുറിപ്പും ഇവരിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ആത്മഹത്യയാണ്. പക്ഷേ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇത്തരം 3 പേർ ഒരുമിച്ച് ആത്മഹത്യ ചെയ്യുന്നു, അത് പ്രത്യേക രീതിയിൽ ശരീരത്തിൽ മുറിവുണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ ഇനിയും ചില വ്യക്തതകൾ വരേണ്ടതുണ്ട്. ബ്ലാക്ക് മാജിക്കും ആസ്ട്രപ്രൊജക്ഷനും ഉൾപ്പെടെയുള്ള അത്തരം കാര്യങ്ങളിൽ തന്നെയാണ് ഇപ്പോഴും പോലീസിന്റെ വിലയിരുത്തൽ. ഏതായാലും കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടതുണ്ട്. ഇവരുടെ മൃതദേഹം അവിടെ നിന്ന് നാട്ടിലേക്ക് വൈകാതെ കൊണ്ടുവരേണ്ട ക്രമീകരണങ്ങൾ പോലീസ് നോക്കുന്നുമുണ്ട്. യെസ് അരുൺ, എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ, വിവരങ്ങൾ അവിടുന്ന് തേടുക. സൂര്യകൃഷ്ണമൂർത്തി എന്തായാലും ആ കുടുംബം നേരിടുന്ന ദുരവസ്ഥ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഒപ്പം ബാലമാധവനുമായി അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സൂര്യകൃഷ്ണമൂർത്തിയുടെ പ്രതികരണം കൂടി നമുക്കൊന്ന് കേൾക്കാം. ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ് ബാലൻ മാധവൻ. അദ്ദേഹത്തിന്റെ മകളും ഭർത്താവും ഒരു സുഹൃത്തും ആത്മഹത്യ ചെയ്തു എന്നറിയുന്നത് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ്. ഉടനെ തന്നെ ഞാനെങ്കിൽ വന്നു. സമാധാനിപ്പിക്കാമെങ്കിൽ സമാധാനിപ്പിക്കാമെന്നുള്ള ഉദ്ദേശിച്ചാണ്. എന്നെപ്പോലെ ഒരാൾക്ക് സമാധാനിപ്പിക്കാവുന്ന ദുഃഖമല്ല അവരുടേത്. പക്ഷെ എന്നിട്ടും ബാലൻ പറഞ്ഞത് ഈ 2 പേരും ഒരു ബ്ലാക്ക് മാജിക്കിന്റെ കെണിയിൽ വീണുപോയി എന്നുള്ളതാണ്. ഈ മരിച്ച 3 പേരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. ഈ മരിച്ച ഒരു കുട്ടിയുടെ കല്യാണം അടുത്ത ഒരാഴ്ചയ്ക്ക് 1 മാസത്തിനുള്ളിൽ നടക്കേണ്ടതുമാണ്. അപ്പൊ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർ ഇങ്ങനെ ഒരു ബ്ലാക്ക് മാജിക്കിന്റെ കെണിയിൽ വീഴണമെങ്കിൽ അത് വളരെ സീരിയസ് ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഒരാൾക്ക് ഇങ്ങനെ വരാതിരിക്കാനുള്ള ബോധവൽക്കരണം ഈ ഒരു സംഭവത്തിൽ കൂടി ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇവരുടെ ദുഃഖത്തിലൊന്നും പങ്കുചേരാനോ അല്ലെങ്കിൽ ആശ്വസിപ്പിക്കാനോ ഒന്നും ഉള്ള കഴിവ് എനിക്കില്ല. അത്രയ്ക്ക് വലിയൊരു ദുഃഖമാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയത് ബാലന്റെ വൈഫ് അറിഞ്ഞ ഉടനെ ബോധം കെട്ട് വീണ് എന്തൊക്കെയോ വിളിച്ച് പറയുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ആൾക്കാർ വന്ന് മയക്കുമരുന്ന് കൊടുത്ത് അവിടെ കിടത്തിയിരിക്കുകയാണ്. എപ്പോഴാണെങ്കിലും ഉണരുമ്പോഴും ഇത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അതാണ് സാഹചര്യം. എന്തായാലും അട്ടിമുട്ടി ദുരൂഹതയാണ് ഈ മരണവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നത്. അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണ്. തലസ്ഥാനത്തെ സംബന്ധിച്ച് നന്ദൻകോട് സമാനമായ ഒരു കൊലപാതക വാർത്ത ഉണ്ടായപ്പോഴും അപ്പോഴും ഈ ബ്ലാക്ക് മാജിക് അടക്കമുള്ള
സാധ്യതകൾ അതിലേക്ക് തന്നെയാണ് അന്വേഷണം എത്തിയത്. ഈ കേസിലും ഈ സംഭവത്തിലും ഉണ്ടാവുന്നത് അങ്ങനെ തന്നെയാണ്. എന്തിന് ഇവർ അരുണാചൽ പ്രദേശിലെത്തി, എന്തിന് ആത്മഹത്യ ചെയ്തതാണെങ്കിൽ എന്തിന് ആത്മഹത്യ ചെയ്തു, ഒപ്പം ബ്ലാക്ക് മാജിക് അടക്കമുള്ള മറ്റ് സാഹചര്യങ്ങൾ എന്തായിരുന്നു, ഒപ്പം ഇവരെ സ്വാധീനിച്ച മറ്റു വ്യക്തികൾ ഉണ്ടായിരുന്നോ, ഒപ്പം ഉണ്ടായിരുന്ന ഈ ഒരാളെ കൂടി എന്തിനോ ഈ യാത്രയിൽ ഒപ്പം കൂട്ടി, അവരുമായുള്ള ബന്ധമെന്ത്, അങ്ങനെ പുറത്തു വരാനുള്ള നിരവധി ദുരൂഹതകളിലേക്കാണ് ഈ മരണ വാർത്ത എത്തിക്കുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇത് അരുണാചൽ പ്രദേശിൽ നടന്ന ഒരു മരണമായതിനാൽ തന്നെ ഇനി നമുക്ക് കാത്തിരിക്കേണ്ടി വരും എന്താണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശം എന്ന കാര്യത്തിലടക്കം. വിനോദ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിനോദ്, നിലവിൽ ലഭിക്കുന്ന സൂചന, കുടുംബത്തിൻ്റെ പശ്ചാത്തലം അത് അരുൺ പങ്കുവെച്ചു കഴിഞ്ഞു. എന്താണ് പോലീസ് അടക്കം നൽകുന്ന വിശദാംശങ്ങൾ, അതെങ്ങനെയാണ്? സൈത്ത്, ഇത് 26-നാണ് ആര്യയെ കാണാതാകുന്നത്. ആ സമയത്ത് തന്നെ വീട്ടുകാർ പരാതി നൽകുന്നു. ഇവിടെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നതിന് ഇടയാക്കിയത് കോട്ടയത്തുള്ള ദമ്പതികൾ. അവർ വീട്ടിൽ പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്, അവർ യാത്ര പോവുകയാണെന്ന് വീട്ടുകാരെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സംഭവങ്ങളും തമ്മിൽ ബന്ധിക്കുന്നതിന് ഈ കേസന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. മാൻ മിസ്സിങ്ങിനാണ് കേസെടുത്തത്. തുടർന്നാണ് ഇങ്ങനൊരു സംഭവവും ഇത് ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണവും നടത്തുന്നത്. മൃതദേഹങ്ങൾക്ക് 3 ദിവസത്തെ പഴക്കമുണ്ട്. സൈത്ത് ആദ്യം സൂചിപ്പിച്ചു, ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ പോലുള്ള നന്ദൻകോട് സംഭവം, ജെൻസൺ കേഡൽ രാജ ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. വിദേശ പഠനം കഴിഞ്ഞ് വന്ന് മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവായ സ്ത്രീയെയും വെട്ടിനുറുക്കി കത്തിക്കുകയായിരുന്നു. എക്കാലവും ഞെട്ടലോടെ മാത്രം ഓർക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട്. വിനോദ്, ഒന്ന് തുടരുക. ഈ പെൺകുട്ടിയുടെ സ്വദേശം കോട്ടയത്തെ മീനടമാണ്. അവിടുത്തെ ചില ഈ പയ്യൻ്റെ അച്ഛൻ്റെ പേര് തോമസ് എന്നാണ്, അമ്മയുടെ പേര് കറക്റ്റ് അതല്ല. ബോഡി ഇനി ഇവിടുന്ന് ആളവിടെ ചെല്ലണമെങ്കിൽ മിക്കവാറും നാളെ ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ള സമയത്തൊക്കെ മിക്കവാറും ആളവിടെ ചെല്ലുള്ളൂ. അതിനുള്ള ദൂരം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പം എയർപോർട്ടിൽ ചെന്നാലും അവിടുന്ന് പിന്നെ 600 കിലോമീറ്റർ കൂടെ ദൂരം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ സ്ഥലം ഈ സിറം എന്ന് പറയുന്ന സ്ഥലമെന്ന് പറഞ്ഞത് ആ പ്രദേശത്തിൽ. അപ്പോൾ ഞാൻ മോനിച്ചൻ കിഴക്കേടം പഞ്ചായത്ത് പ്രസിഡന്റ്. മീനടം. മീനടം എന്ന സ്ഥലത്താണ് ഈ നവീൻ്റെ വീട്. നവീൻ മറ്റൊരു സമുദായ അംഗമാണ്. അതൊക്കെയാണ് അവർ വിശദീകരിക്കുന്ന കാര്യം. പക്ഷേ അതൊന്നും അവരുടെ കുടുംബജീവിതത്തെ ബാധിച്ചിരുന്ന വിഷയമല്ല. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന വിവാഹമാണ്. സഹപാഠികളായിരുന്നു. തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളായിരുന്നു. അവിടെ നിന്നും അവർ പ്രണയിച്ച് പിന്നീട് വിവാഹം കഴിക്കുകയായിരുന്നു. തിരുവനന്തപുരത്ത് വളരെ പ്രശസ്തരൊക്കെ പങ്കെടുത്ത വലിയ ആർഭാടകരമായി തന്നെ നടന്ന ഒരു വിവാഹ ചടങ്ങായിരുന്നു. അത് പലരും ഓർത്തെടുക്കുന്നതുമുണ്ട്. എന്തായാലും ആ സംഭവങ്ങൾക്ക് ശേഷം കുടുംബജീവിതം നന്നായി നയിക്കുന്ന ഇവരാണ് ഇത്തരമൊരു സംഭവത്തിൽ വന്നുപെടുന്നത്. അതെന്തിന് അതിന് ഇടവെച്ചു, അതിലേക്ക് കൊണ്ടുവന്ന കാരണങ്ങൾ, ഇങ്ങനെ ദുരൂഹതകൾ നിരവധിയുള്ള ഒരു കാര്യമായി തന്നെ ഇത് മാറുകയാണ്. ഒരുപക്ഷെ ഈ കുടുംബാംഗങ്ങൾക്ക് ഇക്കാര്യത്തിൽ ചില വ്യക്തത വരുത്താൻ കഴിഞ്ഞേക്കും. പക്ഷേ ഇപ്പോൾ അവരുമായി നമുക്ക് ബന്ധപ്പെടാൻ കഴിയുന്ന സാഹചര്യമല്ല എന്നതാണ് വസ്തുത.